ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഒരു ഓട്സ് ഫ്രൂട്ട് മിക്സാണ് ഉണ്ടാക്കുന്നത്. കുറച്ചെങ്കിലും കുട്ടികൾക്ക് ഈ ഓട്സ് കഴിക്കാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഓട്സിൽ കുറച്ച് കസ്റ്റാർഡ് പൗഡറും നട്ട്സും ഫ്രൂട്ട്സൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കൊടുത്താൽ കുട്ടികൾക്കും ഇഷ്ടമാവും, മുതിർന്നവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമുക്കെങ്ങനെ ഈ ഓട്സ് ഫ്രൂട്ട് മിക്സ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് ഓട്സ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് പാലിൽ 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ കലക്കിയെടുത്തതാണിത്. ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം. അങ്ങനെ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഓട്സും പാലും കസ്റ്റാർഡ് പൗഡറും കൂടെ നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് തണുത്ത പാലൊഴിച്ചതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഓട്സ് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് 2 ഗ്ലാസ് എടുക്കാം. അതിലേക്ക് ആദ്യം കുറച്ച് ഓട്സ് ഇട്ട് കൊടുക്കാം. നമുക്ക് അടുത്ത ലെയറായിട്ട് കുറച്ച് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. നമ്മുടെ കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർക്കാം. ഞാൻ ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഓട്സിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. നമുക്ക് വീണ്ടും ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ക്രഞ്ചിനെസ് കിട്ടാൻ വേണ്ടി കുറച്ച് കോൺഫ്ലെക്സ് ഇട്ട് കൊടുക്കാം. കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഞാൻ കുറച്ച് ബദാമും വാൽനട്ടുമാണ് ചേർത്തിട്ടുള്ളത്. ഞാനൊരു ചെറി വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഓട്സ് ഫ്രൂട്ട് മിക്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ താങ്ക് യു.